ഹായ് വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. SSLC കെമിസ്ട്രിയിലെ മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. കഴിഞ്ഞ കുറേ ചാപ്റ്റേഴ്സിൻ്റെ നമ്മൾ 2 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കുന്നത് മെറ്റൽസ് ആണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം വെയിറ്റേജ്, നമ്മൾ കെമിസ്ട്രിയുടെ വെയിറ്റേജ് പറയുന്ന സമയത്ത് മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് നിങ്ങൾ നോക്കുമ്പോൾ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ SSLC 2026 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെറ്റൽസിന് കുറച്ച് വെയിറ്റേജ് കുറവാണ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. 5 മാർക്ക് നിങ്ങൾ വെറുതെ കൊണ്ടുപോയി കളയരുത്. A+ ഉള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് എന്ത് മെറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദ ഓർസ് ഓഫ് സം മെറ്റൽസ് ആർ ഗിവൺ ബിലോ. ഇവിടെ താഴെ കുറച്ച് ഓറുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ വിച്ച് ഓഫ് ദീസ് ഓർ ഈസ് കോൺസെൻട്രേറ്റഡ് ബൈ ദ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ്, അതായത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഏത് ഓറിനെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ നോക്കാം. എന്താണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്? മാർക്ക് ചെയ്ത് വെച്ചോണം. എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ ദ ഓർ ഈസ് ലെസ് ഡെൻസ് ദാൻ ദ ഗാങ്. അതായത് ഗാങ്ങിനേക്കാൾ എന്താണ് ഓറിന് ഡെൻസിറ്റി കുറവാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം. ഓറിന് ഡെൻസിറ്റി കുറവാണെങ്കിൽ എന്താണ് നമ്മൾ ഉപയോഗിക്കുക? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ് ഉപയോഗിക്കുക. അത് മാത്രമല്ല, ദ ഓർ പാർട്ടിക്കിൾ സ്റ്റിക്ക് ടു ദ ഫ്രോത്ത് ഫോംഡ് ആൻഡ് ഫ്ലോട്ട്. ഇറ്റ് ഈസ് റിമൂവ്ഡ് ആൻഡ് ദ ഓർ ഈസ് സെപ്പറേറ്റഡ് ആൻഡ് ഡ്രൈഡ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അടുത്ത പേജ് നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കിടപ്പുണ്ട്. ശ്രദ്ധിച്ചു നോക്കൂ. ജനറലി സൾഫൈഡ് ഓർസ് ആർ കോൺസെൻട്രേറ്റഡ് ബൈ ദിസ് മെത്തേഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ഓറുകളാണ്? സൾഫൈഡ് ഓറുകളെയാണ് നമ്മൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ വഴി എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സൾഫൈഡ് ഓറുകൾ ഉണ്ടെങ്കിൽ ആ ഒരു ഓറിനെയായിരുന്നു നമ്മൾ ഇവിടെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് എന്തില്ല? സൾഫൈഡ് ഇല്ല. അപ്പോൾ നമുക്കത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി മാഗ്നറ്റേറ്റ് ആണെങ്കിൽ അതിൽ സൾഫൈഡ് ഇല്ല. അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി കോപ്പർ പൈറൈറ്റ്സ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തായിരിക്കും? യെസ്, ഇവിടെ S2 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? സൾഫൈഡിൻ്റെ ഓറ് പ്രസൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ പറയാൻ പറ്റും കോപ്പർ പൈറൈറ്റ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ വഴി സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആൻസർ കിട്ടി, കോപ്പർ പൈറൈറ്റ്സ്. ഇനി അതുപോലെ വാട്ട് ഈസ് ദ റീസൺ ഫോർ ചൂസിങ് ദിസ് മെത്തേഡ് ഫോർ ദ കോൺസെൻട്രേഷൻ? അതിൻ്റെ റീസൺ നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. സൾഫൈഡ് ഓറ് പ്രസൻ്റ് ആണെങ്കിൽ ആ സൾഫൈഡ് ഓറിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യുന്നത്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ പറ്റും ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് സൾഫൈഡ് ഓർ. എന്തുകൊണ്ടാണ്? ഇറ്റ് കണ്ടെയ്ൻസ് സൾഫൈഡ് ഓർ. സൾഫൈഡ് ഓറുകൾ പ്രസൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടി തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ, ക്വസ്റ്റ്യൻ കാണുന്നു, ആ ഒരു ടോപ്പിക് എടുക്കുന്നു, പഠിക്കുന്നു. ക്ലിയർ ആണല്ലോ? യെസ്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ കെമിക്കൽ റിയാക്ഷൻ ദാറ്റ് കൺവേർട്സ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻ ടു ഇറ്റ്സ് ഓക്സൈഡ് ഈസ് ഗിവൺ ബിലോ. അതായത് ഓറിനെ ഓക്സൈഡ് ആക്കി മാറ്റുന്ന ഒരു പ്രക്രിയയുടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒരു റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ദ നെയിം ഓഫ് ദിസ് മെത്തേഡ്. ഈ മെത്തേഡിൻ്റെ പേരെന്താണ്? ഡിസ്ക്രൈബ് ദ പ്രോസസ്സ്. ഈ മെത്തേഡ് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ ഓക്സിജനെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? ഒരു ഓക്സൈഡ് രൂപത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓക്സിജൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്? ടെമ്പറേച്ചർ ഒക്കെ യൂസ് ചെയ്തിട്ട് നടത്തുന്ന റിയാക്ഷൻസിന് നമ്മൾ റോസ്റ്റിംഗ് എന്നാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ roasting refers to the heating the concentrated ore at a temperature below the melting point in the presence of air. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഓക്സിജന്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ എയറിന്റെ പ്രസൻസിലാണ് നമ്മൾ റിയാക്ഷൻ നടത്തുന്നതെങ്കിൽ അത്തരം റിയാക്ഷൻസിനെയാണ് നമ്മൾ റോസ്റ്റിംഗ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ റോസ്റ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ പഠിച്ചു വെച്ചോണം. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് ഓർ അറ്റ് എ ടെമ്പറേച്ചർ ബിലോ ദ മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് പോയിന്റിനേക്കാൾ താഴെയുള്ള ടെമ്പറേച്ചറിൽ അറ്റ് ദ പ്രസൻസ് ഓഫ് എയർ അല്ലെ, എയറിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ഓക്സിജന്റെ പ്രസൻസിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ പറയുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ പറയുന്ന പേരാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ജനറലി ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. 2ZnS + 3O2 ഗീവ്സ് അതിൻ്റെ റിയാക്ഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റിയാക്ഷനാണ് മക്കളെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളുടെ എക്സാമിന് എന്തായിരിക്കാം? താഴെ കൊടുത്തിട്ടുള്ള ലെഡ് സൾഫൈഡിൻ്റെ എന്താണ് ഈ റിയാക്ഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം. അപ്പോൾ പഠിച്ചു വെച്ചോണം റോസ്റ്റിംഗ് എന്താണെന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ പറഞ്ഞ നെയിം ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് റോസ്റ്റിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാൽസിനേഷനും റോസ്റ്റിംഗ് ഒക്കെ. അപ്പോൾ റോസ്റ്റിംഗ് എന്ന് എഴുതുക. അതുപോലെ തന്നെ റോസ്റ്റിങ്ങിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക. കൂടുതൽ ക്ലാസ്സിലേക്ക് ഞാൻ കടക്കുന്നില്ല. നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വരുന്ന രീതി കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, യെസ്. നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ കെമിക്കൽ റിയാക്ടിവിറ്റി ഓഫ് സം മെറ്റൽസ് ആർ ഗിവൺ ബിലോ. ഇവിടെ ഒരു കെമിക്കൽ റിയാക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, റിയാക്ടിവിറ്റി സീരീസ് കൊടുത്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദീസ് മെറ്റൽ കോമ്പൗണ്ട്സ് ഈസ് മോസ്റ്റ് സ്റ്റേബിൾ?
ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള മെറ്റൽ കോമ്പൗണ്ട് ഏതാണ്? വിച്ച് മെറ്റൽ ഈസ് ഫൗണ്ട് ഇൻ ദ ഫ്രീ സ്റ്റേറ്റ് ഇൻ ദ നേച്ചർ. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ റിയാക്ടിവിറ്റി സീരീസ്, മക്കളെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ബൈ ഹാർട്ട് പഠിച്ചു വെച്ചോണം. എന്താണ്? കെമിക്കൽ റിയാക്ടിവിറ്റി സീരീസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും റിയാക്റ്റീവ് ആയിട്ടുള്ളത് പൊട്ടാസ്യം ആണ്, ഏറ്റവും കുറഞ്ഞ് റിയാക്റ്റീവ് ആയിട്ടുള്ളത് ഗോൾഡ് ആണ്. ഓക്കെ, അത് പഠിച്ചു വെച്ചോണം. അതിനകത്ത് ഈ പറഞ്ഞ സിങ്കിനേക്കാൾ മുകളിലുള്ള എല്ലാ എലമെൻസിനും എന്ത് കൂടുതലാണ്? റിയാക്ടിവിറ്റി കൂടുതലാണ്. അത് മാത്രമല്ല, ആർക്കാണോ റിയാക്ടിവിറ്റി കൂടുതൽ അയാൾ കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. എന്താണ്? ആർക്കാണോ റിയാക്ടിവിറ്റി കൂടുതൽ അയാൾ കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു റിയാക്ടിവിറ്റി ഓർഡർ എടുക്കുന്ന സമയത്ത് എന്താണ്? അലുമിനിയത്തിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ. അപ്പോൾ അയാളാണ് എന്ത്? ഇവിടുത്തെ സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള എലമെന്റ്. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഇവിടെ ആരാണ് സ്റ്റേബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും റിയാക്ടിവിറ്റി ആർക്കാണോ കൂടുതൽ അവനാണ് ഇവിടുത്തെ സ്റ്റേബിൾ ആയിട്ടുള്ള ആള്. അപ്പോൾ റിയാക്ടിവിറ്റി കൂടിക്കഴിഞ്ഞാൽ പഠിച്ചു വെച്ചോണം, റിയാക്ടിവിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നതും എന്ത് ചെയ്യും? കൂടും. ക്ലിയർ ആണോ? അപ്പോൾ ഇവിടുത്തെ മോസ്റ്റ് സ്റ്റേബിൾ ആരാണ്? അലുമിനിയം. ക്ലിയർ? യെസ്. ഇനി വിച്ച് മെറ്റൽ ഈസ് ഫൗണ്ട് ഇൻ ദ ഫ്രീ സ്റ്റേറ്റ് ഇൻ ദ നേച്ചർ, അതും നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. ദേ ഒക്കർ മോർ ഓർ ലെസ് ഇൻ ദ ഫ്രീ സ്റ്റേറ്റ് ഇൻ ദ നേച്ചർ. കണ്ടോ? ഈ പറഞ്ഞ ടെക്സ്റ്റിനകത്ത് ഓരോ വരിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നേച്ചറിൽ ഫ്രീ സ്റ്റേറ്റിൽ, അതായത് സ്വതന്ത്രാവസ്ഥയിൽ നിൽക്കാനായിട്ട് പറ്റുന്ന കുറച്ച് എലമെൻസേ ഉള്ളൂ. അത് ഏതൊക്കെയാണ്? കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്. അതിനകത്ത് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ആരെയാണ്? ഗോൾഡിനെയാണ്. AU എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രീ സ്റ്റേറ്റിൽ നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AU അല്ലെങ്കിൽ എന്ത് കൊടുക്കാം? നിങ്ങൾക്ക് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ക്ലിയർ ആണോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അയൺ ഈസ് പ്രൊഡ്യൂസ്ഡ് യൂസിങ് ബ്ലാസ്റ്റ് ഫർണസ്. ബ്ലാസ്റ്റ് ഫർണസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബ്ലാസ്റ്റ് ഫർണസ് വെച്ചിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ അയൺ ഒബ്റ്റെയിൻഡ് ഫ്രം ദ ബ്ലാസ്റ്റ് ഫർണസ്? അതായത് നമ്മളിവിടെ ചൂടാക്കി കഴിയുമ്പോൾ നമുക്കിവിടെ മോൾട്ടൺ അയൺ കിട്ടും അല്ലേ? അതായത് ഇങ്ങനെ ഇമ്പ്യൂരിറ്റീസ് അടങ്ങിയിട്ടുള്ള മോൾട്ടൺ അയൺ കിട്ടും. അങ്ങനെ കിട്ടുന്ന അയണിൻ്റെ പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ്ലി നമ്മൾ ചിത്രം നോക്കി കഴിഞ്ഞാൽ ഇവിടെ മോൾട്ടൺ അയൺ എന്നേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ ടെക്സ്റ്റിലേക്ക് 131ാമത്തെ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്താണ്? ദ മോൾട്ടൺ അയൺ ഒബ്റ്റെയിൻഡ് ഫ്രം ദ ബ്ലാസ്റ്റ് ഫർണസ് കണ്ടെയ്ൻസ് 4% കാർബൺ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4% കാർബണും ചെറിയ രീതിയിൽ എന്തുണ്ടാവും? മാംഗനീസ്, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ ഒക്കെ ഉണ്ടാവും. ആ അയണിന് നമ്മൾ പറയുന്ന പേര് പിഗ് അയൺ എന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ. അതുകൊണ്ടാണ് ടെക്സ്റ്റ് അടക്കം നിങ്ങൾക്ക് വേണ്ടി എടുത്ത് പറഞ്ഞിരുന്നത്. പിഗ് അയൺ ആണ് എന്തെന്ന് പറയുന്നത്? ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് നമുക്ക് ആദ്യം കിട്ടുന്ന അയണിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ പിഗ് അയണിനകത്ത് എന്തൊക്കെ കമ്പോണൻസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എഴുതണം 4% കാർബൺ. ശതമാനം അടക്കം നിങ്ങൾ എഴുതണം. 4% കാർബൺ ഉണ്ട്. അതുപോലെ തന്നെ മാംഗനീസ് പ്രസന്റ് ആണ്, അല്ലെങ്കിൽ ഫോസ്ഫറസ് പ്രസന്റ് ആണ്, സൾഫർ പ്രസന്റ് ആണ്, സിലിക്കൺ പ്രസന്റ് ആണ്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, 131ാമത്തെ പേജ് എടുക്കുക. പിഗ് അയൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, യെസ്, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ റിലേറ്റീവ്ലി പ്യുവർ അയൺ ഒബ്റ്റെയിൻഡ് ബൈ റെഡ്യൂസിങ് ദ പെർസെൻറ്റേജ് ഓഫ് ഇംപ്യൂരിറ്റീസ്. അതായത് നമുക്ക് ഇവിടെ നോക്കിയ സമയത്ത് പിഗ് അയൺ കിട്ടിയ സമയത്ത് 4% കാർബണും അതുപോലെ തന്നെ മാംഗനീസ്, ഫോസ്ഫറസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഒരുപാട് ഇംപ്യൂരിറ്റീസ് പ്രസന്റ് ആയിരുന്നു. ഈ ഇംപ്യൂരിറ്റീസിനെ റെഡ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇംപ്യൂരിറ്റീസിനെ നമ്മൾ കളഞ്ഞിട്ട് കൂടുതൽ പ്യുവർ ആയിട്ടുള്ള അയൺ മാത്രം തിരഞ്ഞെടുക്കുകയാണ്. ഓക്കെ, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു, റെഡ്യൂസ് ചെയ്തു. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യാണ്? ഈ പറഞ്ഞ നല്ല അയണിന് എടുക്കുകയാണ്. അതിന് നമ്മൾ പറയുന്ന പേര് റോട്ട് അയൺ എന്നാണ്. ഓക്കെ, അപ്പോൾ പഠിച്ചു വെച്ചോണം, റോട്ട് അയൺ എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ പറയുക. ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ ഫോർമേഷൻ ഓഫ് സ്ലാഗ് വെൻ ദ അയൺ ഈസ് പ്രൊഡ്യൂസ്ഡ് യൂസിങ് ബ്ലാസ്റ്റ് ഫർണസ്. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് പല ആംഗിളിൽ ക്വസ്റ്റ്യൻ വരാം. ചിലപ്പോൾ സ്ലാഗിനെ ബേസ് ചെയ്തിട്ട് വരാം, ചിലപ്പോൾ അവിടെ നിന്ന് വരുന്ന മോൾട്ടൺ അയണിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ സ്ലാഗിനെ ബേസ് ചെയ്തിട്ടാണ്, സ്ലാഗിൻ്റെ ഫോർമേഷനെ ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ലാഗിൻ്റെ ഇക്വേഷൻ നമ്മുടെ ടെക്സ്റ്റിനകത്ത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? കാൽഷ്യം ഓക്സൈഡും അതുപോലെ തന്നെ സാൻഡ്, സിലിക്കൺ ഡയോക്സൈഡും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് കാൽഷ്യം സിലിക്കേറ്റ് അഥവാ CaSiO3 ഉണ്ടാകുന്നു അല്ലേ? അതായത് അവിടുത്തെ ഫ്ലക്സും അതുപോലെ തന്നെ ഗാങ്ങും കൂടി ചേർന്നിട്ട് സ്ലാഗ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നേരത്തെ പഠിച്ച ഒരുപാടധികം റിയാക്ഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലക്സും ഗാങ്ങും കൂടി ചേർന്നിട്ട് സ്ലാഗ് ആയിട്ട് മാറുന്നു അല്ലെങ്കിൽ കാൽഷ്യം സിലിക്കേറ്റ് ആയിട്ട് മാറുന്നു എന്ന് പറയുന്ന റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു റിയാക്ഷൻ്റെ ഇക്വേഷൻ എഴുതി വെക്കുക. രണ്ടാമത്തെ കാര്യം, റൈറ്റ് എനി 1 യൂസസ് ഓഫ് സ്ലാഗ്. സ്ലാഗിൻ്റെ ഒരു ഉപയോഗം എന്താണ്? സിമെന്റിന്റെ
പ്രോഡക്ഷന് വേണ്ടിയിട്ട്, അതായത് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് സിമെൻറ്റിൻ്റെ പ്രോഡക്ഷന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ റോഡ് കൺസ്ട്രക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഇത് സ്ലാഗ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക, അതിൻ്റെ യൂസസ് പഠിച്ചു വെക്കുക. സ്ലാഗിൻ്റെ യൂസ്, സിമെൻറ്റിൻ്റെ പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ റോഡിൻ്റെ ഈ പറഞ്ഞ പോലെ കൺസ്ട്രക്ഷന് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ നെയിം ഓഫ് എനി മെറ്റൽ ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ലിക്വേഷൻ. ലിക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലിക്വേഷൻ. അപ്പോൾ ലിക്വേഷൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു പാരഗ്രാഫ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ വായിച്ച് നോക്കൂ, ഏത് മെറ്റൽസ് ആണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. യെസ്, സിമ്പിളായിട്ട് അവിടെ നമുക്ക് പറയാം ഈ പറഞ്ഞ ടിന്നും ലെഡുമാണ് അല്ലേ. ടിന്നും ലെഡുമാണ് നമ്മൾ ലിക്വേഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ലിക്വേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവിടെ സൈഡിൽ എഴുതി വയ്ക്കുക ടിന്ന്, അതുപോലെ തന്നെ ലെഡ്. ഈ രണ്ട് മെറ്റൽസ് ആണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. എന്തുകൊണ്ടാണ് ടിന്നും ലെഡ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് സംഭവങ്ങൾക്ക് നമുക്ക് എന്താണ്, ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്, അതായത് മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവാണ്. അപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ടിന്നിനെയും ലെഡിനെയും നമ്മൾ ഏത് മെത്തേഡ് വഴിയാണ് സെപ്പറേറ്റ് ചെയ്യുക. യെസ്, എല്ലാവരും പറഞ്ഞു ലിക്വേഷൻ വഴിയാണ്. ഏത് വഴിയാണ്, ലിക്വേഷൻ. അപ്പോൾ ലിക്വേഷൻ വഴി ടിന്നും ലെഡും സെപ്പറേറ്റ് ചെയ്യും. എന്തുകൊണ്ടാണ് ടിന്നും ലെഡ് സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോ മെൽറ്റിംഗ് പോയിന്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന ഏത് മെറ്റൽസ് ആണെന്നാണ്. ഒന്ന് ടിന്നാണ്, രണ്ടാമത്തത് ലെഡ് ആണ്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ റീസൺ ഫോർ ചൂസിങ് ദ സിറ്റുവേഷൻ, അതായത് ലിക്വേഷൻ ഉപയോഗിക്കാൻ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് ഉത്തരം ഞാൻ പറഞ്ഞു തന്നു. എന്താണ്, ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് അല്ലേ. ബിക്കോസ് ടിൻ ആൻഡ് ലെഡ് ഹാവ് ലോ മെൽറ്റിംഗ് പോയിന്റ്. ടിന്നിനും ലെഡിനും ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എന്തുപയോഗിക്കാനായിട്ട് കാരണം, ലിക്വേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് യൂസ് ചെയ്യാനായിട്ട് കാരണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പല കുട്ടികളും എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ്സ് ഒക്കെ പഠിച്ചു പോകുന്നുണ്ടാവും. വളരെ നല്ല തന്നെയാണ് പഠിക്കുന്നത്. പക്ഷേ അവസാനത്ത് ഈ പറഞ്ഞിട്ടുള്ള മെറ്റൽസ് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഓക്കെ, യെസ്. നമുക്ക് നോക്കാം, ഏഴാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അല്ലേ. ഏഴാമത്തെ ക്വസ്റ്റ്യനിൽ പറയാണ് വിച്ച് റെഡ്യൂസിങ് ഏജൻറ്റ്സ് ആർ യൂസ്ഡ് ടു സെപ്പറേറ്റ് മോഡറേറ്റ്ലി റിയാക്റ്റീവ് മെറ്റൽസ് ഫ്രം ദെയർ ഓക്സൈഡ് ഓർ. അതായത് ഓക്സൈഡ് ഓറുകളിൽ നിന്ന് മെറ്റൽസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജന്റുകൾ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജൻറ്റ്സ് നമ്മൾ പഠിപ്പിച്ചു തരാം, ശ്രദ്ധിക്കുക. കോക്ക്, അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡ്. ഏതൊക്കെയാണ്, കോക്ക്, കാർബൺ മോണോക്സൈഡ് ആണ് നമുക്ക് ഓക്സൈഡിൽ നിന്ന് ആ ഒരു മെറ്റലിലേക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജൻറ്റ്സ്. ഏതൊക്കെയാണ്, കോക്ക്, കാർബൺ മോണോക്സൈഡ്. പഠിച്ചല്ലോ, കോക്ക്, കാർബൺ മോണോക്സൈഡ്. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ സ്പെഷ്യൽ ഫീച്ചർ ഓഫ് ദിസ് റെഡ്യൂസിങ് ഏജന്റ് ദാറ്റ് ഈസ് ബീങ് യൂട്ടിലൈസ്ഡ് ഹിയർ. അതായത് ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ കോക്ക് അതുപോലെ കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ചത്, അതിൻ്റെ ഉത്തരവും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. കാർബൺ ഹാസ് ദ ഗ്രേറ്റർ ടെൻഡൻസി ടു റിയാക്ട് വിത്ത് ഓക്സിജൻ അറ്റ് ദ ഹൈ ടെമ്പറേച്ചർ. അതായത് നമ്മൾ ഈ പറയുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കണം മക്കളെ. ഓക്സൈഡ് ഓറുകൾ എന്ന് പറഞ്ഞാൽ സിങ്കിൻ്റെ ഓക്സൈഡ് നമ്മൾ ZnO എന്നാണ് നമ്മൾ മാർക്ക് ചെയ്യുക അല്ലേ. അപ്പോൾ സിങ്കിൻ്റെ ഓക്സൈഡിനെ നമ്മൾ ഓക്സൈഡിനെ കളഞ്ഞിട്ട് നമുക്ക് സിങ്ക് മാത്രമായിട്ട് കിട്ടണം അല്ലെ, സിങ്ക് മെറ്റൽ മാത്രമായിട്ട് കിട്ടണം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജൻസ് ആണ് കോക്ക്, അതുപോലെ കാർബൺ മോണോക്സൈഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഒരു കാർബൺ ഉണ്ട്. അപ്പോൾ ഈ കാർബൺ ഹാസ് ദ ഗ്രേറ്റർ ടെൻഡൻസി ടു റിയാക്ട് വിത്ത് ഓക്സിജൻ അറ്റ് ഹൈ ടെമ്പറേച്ചർ. നല്ലൊരു ടെമ്പറേച്ചർ, നല്ല ഹൈ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ ഈ കാർബൺ, ഏത് കാർബൺ മോണോക്സൈഡിൽ പ്രസന്റ് ആയിട്ടുള്ള കാർബൺ എന്തുമായിട്ട് റിയാക്ട് ചെയ്യാനായിട്ട് പറ്റും, ഈ ZnOയിൽ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ CO2 എന്ന് പറഞ്ഞിട്ടുള്ള ഫോമിലേക്ക് മാറാനായിട്ട് പറ്റും, കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. കാർബൺ ഹാസ് ദ ഗ്രേറ്റർ ടെൻഡൻസി ടു റിയാക്ട് വിത്ത് ഓക്സിജൻ അറ്റ് ദ ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചറിൽ ഈ കാർബൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഫോം ചെയ്യാനായിട്ട് പറ്റും. സോ ഓക്സിജൻ ഈസ് ഈസിലി റിമൂവ്ഡ് ഫ്രം ദ ഓർ. അങ്ങനെ ഈ ഒരു ഓറിൽ നിന്ന് ഓക്സിജൻ കളഞ്ഞിട്ട് നമുക്ക് അവിടുത്തെ പ്യുവർ മെറ്റൽ സിങ്ക് മാത്രമായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു റെഡ്യൂസിങ് ഏജന്റിന്റെ അവിടെ ഉപയോഗിക്കുന്ന ഫീച്ചർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. യെസ്, അപ്പോൾ അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വയ്ക്കുകയോ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. എട്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നു റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ കാർബണേറ്റ് ഓർ ഓഫ് ദ സിങ്ക്. എടാ മക്കളെ, കാർബണേറ്റ് ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. കാർബണേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മെറ്റലിൻ്റെ പേര് നിങ്ങൾ എഴുതുക. Zn അല്ല, ഇവിടെ സിങ്ക് ആണ് നമ്മൾ ഉപയോഗിച്ചത്. കാർബണേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CO3 ആണ്. അപ്പോൾ അത് രണ്ടും നിങ്ങൾ കൂട്ടി എഴുതിക്കോ. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയി സിങ്കിൻ്റെ കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ ZnCO3. അപ്പോൾ സിങ്ക് കാർബണേറ്റ് നമുക്ക് എഴുതാനായിട്ട് പറ്റി. ഓക്കെ, യെസ്. ഇനി വിച്ച് ടെക്നിക്ക് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ദിസ് ഓർ ഇൻ ടു ഇറ്റ്സ് ഓക്സൈഡ്. അതായത് ഈ ഒരു ഓറിനെ അതിൻ്റെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം, അതിൻ്റെ ഓക്സൈഡായിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഏതെന്ന് പറയുന്നത്. യെസ്, പഠിച്ചിട്ടുണ്ട്, കാൽസിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. അപ്പം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ
കാൽസിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എടുക്കുക. അതിനകത്ത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് സിങ്ക് കാർബണേറ്റിനെ അതിൻ്റേതായ ഓക്സൈഡ് ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിവിടെ ടെക്സ്റ്റ് ബുക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ല, പക്ഷേ നിങ്ങൾ ആ ഒരു പേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. 9ാമത്തെ ക്വസ്റ്റ്യനിൽ പറയാണ് റൈറ്റ് ദ നെയിം ഓഫ് എനി മെറ്റൽ ദാറ്റ് ഈസ് ഫൗണ്ട് ഓൾമോസ്റ്റ് ഇൻ ദ ഫ്രീ സ്റ്റേറ്റ് ഇൻ ദ നേച്ചർ. അത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനുകളിൽ കണ്ടതാണ്. ഫ്രീ സ്റ്റേറ്റിൽ കാണപ്പെടുന്നത് ആരൊക്കെയാണ് മക്കളെ? നമ്മൾ ആ ഒരു റിയാക്ടിവിറ്റി സീരീസ് കണ്ടായിരുന്നില്ലേ? ആ ഒരു ക്വസ്റ്റ്യൻ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നില്ലേ, ഒരു 3-4 മെറ്റൽസ് ഫ്രീ സ്റ്റേറ്റിലാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ലീച്ചിങ്ങിൻ്റെ ഭാഗത്തേക്കാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ ലീച്ചിങ്ങിൻ്റെ ഭാഗത്ത് നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലീച്ചിങ്ങിൽ അവർ ലാസ്റ്റ് പറയുന്നുണ്ട് ഏതൊക്കെയാണ്? ഗോൾഡ് ആൻഡ് സിൽവർ ഒക്കർ ഓൾമോസ്റ്റ് ഫ്രീലി ഇൻ ദ നേച്ചർ. അത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഗോൾഡും സിൽവറും ആണ് എന്ത് ഈ പറഞ്ഞ നേച്ചറിൽ ഫ്രീ സ്റ്റേറ്റിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പഠിച്ചു വെക്കണം ഏതൊക്കെയാണ്? ഗോൾഡ്, അതുപോലെ തന്നെ സിൽവർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടി നമുക്ക് ഗോൾഡ് ആൻഡ് സിൽവർ. അപ്പോൾ എഴുതി വെക്കുക ഇതൊക്കെയാണ് ഗോൾഡ്, അതുപോലെ തന്നെ സിൽവർ. ക്ലിയർ? യെസ്. ഇനി വിച്ച് സോൾവെൻറ്റ് ഈസ് യൂസ്ഡ് വെൻ ലീച്ചിങ് ഈസ് യൂസ്ഡ് ടു കോൺസെൻട്രേറ്റ് ദീസ് മെറ്റൽസ്. ഈ മെറ്റൽസിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സൊല്യൂഷനാണ് ചോദിച്ചിരിക്കുന്നത്. ആ സൊല്യൂഷനും പഠിച്ചു വെക്കുക. ഇത് ഒരു പക്ഷേ നിങ്ങളുടെ SSLC എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഏതൊക്കെയാണ്? യെസ്, ഡൈല്യൂട്ട് സൊല്യൂഷൻ ഓഫ് സോഡിയം സയനൈഡ് ആൻഡ് പൊട്ടാസ്യം സയനൈഡ്. അപ്പോൾ 2 സൊല്യൂഷൻസ് ആണ് മക്കളെ നമ്മൾ അവിടെ യൂസ് ചെയ്യുക സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. ഒന്ന് ഡൈല്യൂട്ട് NaCN ഉപയോഗിക്കും, ഡൈല്യൂട്ട് NaCN. അതുപോലെ രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്ന ഡൈല്യൂട്ട് KCN. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഏതൊക്കെ? NaCN സോഡിയം സയനൈഡ്, അതുപോലെ പൊട്ടാസ്യം സയനൈഡ്. ഇത് രണ്ടുമാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുക? ഗോൾഡിനെയോ സിൽവറിനെയോ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അത് വരുന്നത് ലീച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിങ്ങിലാണ്. ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, കൃത്യമായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, യെസ്. നമുക്കിനി 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 10ാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് കാണാം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അലുമിനിയത്തിൻ്റെ മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ABCD എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ബോക്സൈറ്റ് എടുത്തു, Al2O3 2H2O. അതിലേക്ക് നമ്മൾ NaOH സൊല്യൂഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ സൊല്യൂഷനാണ് സോഡിയം അലുമിനേറ്റ് അല്ലെങ്കിൽ NaLO2. അതാണ് നമുക്ക് അതിൻ്റെ ഫോർമുല വരിക കേട്ടോ. നിങ്ങൾ ടെക്സ്റ്റ് എടുത്തിട്ട് മാർക്ക് ചെയ്ത് വെച്ചോണം. ഈ പറഞ്ഞ NaLO2 അതാണ് സോഡിയം അലുമിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാണ്? ഡൈല്യൂട്ടഡ് വിത്ത് വാട്ടർ ആഫ്റ്റർ ആഡിങ് എ ലിറ്റിൽ AlOH ത്രൈസ് സൊല്യൂഷൻ. അപ്പോൾ AlOH ത്രൈസ് ഒഴിച്ച സമയത്ത് അതെന്തായിട്ട് മാറി? AlOH3 നമ്മൾ അവിടെ അടുത്തത് എഴുതുക. അതിനുശേഷം ദ പ്രസിപ്പിറ്റേറ്റ് ഈസ് സ്ട്രോങ്ലി ഹീറ്റഡ്. അങ്ങനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് Al2O3 കിട്ടി. ഈ Al2O3നെ ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അലുമിനിയം അവിടെ കാഥോഡിൽ വന്നിട്ട് ഡെപ്പോസിറ്റ് ആവുക. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ്സസിൽ പറഞ്ഞു തന്നൊക്കെ സംഭവമാണ്. നമ്മളിപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് അത് ഫ്ലോ ചാർട്ട് രീതിയിലാണ്. അപ്പോൾ ഫ്ലോ ചാർട്ട് രീതിയിൽ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നോട്ട്ബുക്കിലേക്ക് പകർത്തി വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് 2 മാർക്ക് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര പേരോടാ? 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ വളരെ വേഗത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, ഡീറ്റെയിൽസിലേക്ക് ഒന്നും കടന്നിട്ടില്ല. കാര്യം നമുക്ക് പഠിക്കാൻ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. നിങ്ങൾ ഓൾറെഡി സബ്ജക്റ്റൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്കിനി വേണ്ടത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് എത്തിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്, ഡീറ്റെയിൽഡ് ക്ലാസ്സസിലേക്ക് ഞാൻ കടന്നിട്ടില്ല. ഒരുപാട് ക്ലാസ്സസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും, തിയറിയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. താങ്ക് യു, ബൈ.